ഏട്ടാ ഇത് വന്നിട്ട് രണ്ടാം പ്രസവത്തിലുള്ള ചിന്താമണി മുട്ടപ്പശുവാണ്. ഒറിജിനൽ മോഴ പശു, കരിക്കാത്ത മോഴ. സഹിവാള ഗീർ ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു ക്രോസ് ബ്രീഡ് ആണ്. നല്ല അടിപൊളി ഒരു ഹെൽത്തി പശു കേട്ടോ. അപ്പൊ നല്ല വലിപ്പത്തിലുള്ള നല്ല അടിപൊളി ഒരു ജേഴ്സി പശു കേട്ടോ. നല്ല ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്റെ തോൾപ്പൊക്കെ ഉണ്ട്. കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികൾ ഇവിടെ വന്ന് വളർത്തി ചെന പിടിച്ച കുട്ടികളാണ്. കന്നിയാണ് കണ്ടിട്ടല്ലേ, 4 പല്ല്. HF കൂടി പശു, ക്രോസ് കുറവാണല്ലേ. അതെ. അപ്പൊ ഇതുപോലത്തെ പശുക്കള് ഇവിടെ മാത്രമല്ല ഒരുപാട് ഭാഗങ്ങളിൽ പശുക്കളുണ്ട്. ഓക്കെ, അത് ഇവിടുന്ന് തമിഴ്നാട് വരെ ഞാൻ കാണിച്ചു കൊടുക്കും. നല്ല ഏറ്റവും വിലക്ക് കിട്ടുന്ന ഗീർ സഹ്യവാള് പോലുള്ള നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ മുതൽ കൂടുതൽ പാൽശേഷി കിട്ടുന്ന നല്ല ചിന്താമണി കൃഷ്ണഗിരി പശുക്കളെ മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു ഉൾഗ്രാമ പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ സതീഷ് ചേട്ടനുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് ബാർഗെയിൻ ചെയ്ത് നല്ല ഇതേപോലുള്ള പശുക്കളെ നമുക്ക് വാങ്ങി നൽകുന്ന ആളാണ് നമ്മുടെ സതീഷ് ചേട്ടൻ. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുള്ളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സതീഷ് ചേട്ടാ, ശരിക്കും നമുക്ക് ഇവിടെ ഇപ്പോൾ എത്ര പശുക്കൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്? ഇവിടെ 12ഓളം പശുക്കളുണ്ട്. 12ഓളം പശുക്കൾ കേട്ടോ. അത് നല്ല അടിപൊളി ബ്രീഡ്, HF ബ്രീഡ്, അതുപോലെ നമ്മുടെ കൃഷ്ണഗിരി ചിന്താമണി പോലുള്ള ഐറ്റംസ് മുതൽ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് വരെ അല്ലെ, നല്ല ക്രോസ് ബ്രീഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ ക്വാളിറ്റിയിലുള്ള പശുക്കൾ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് വന്നിട്ട് ഇവിടെ 50 രൂപ തൊട്ട് 1 ലക്ഷത്തിന് മുകളിൽ വരെ പശുക്കളുണ്ട്. അതിന്റെ ക്വാളിറ്റിയും ബ്രീഡും അതിനനുസരിച്ച് വില വരുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബ്രീഡാണ്. ഇതിനൊക്കെ നമുക്ക് ഇവിടെ കിട്ടാൻ ഇത് ബുദ്ധിമുട്ടാണ്. നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. അത്യാവശ്യം ഇങ്ങനെ ഓരോ കെട്ടിത്തറകൾ. ഏത് ഐറ്റമാണ് ശരിക്കും? ഇത് ഗീർ ക്രോസ് ഉണ്ട്, നമ്മുടെ സഹിവാൾ എന്ന് പറയും. സഹിവാള ഗീർ ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു ക്രോസ് ബ്രീഡ് ആണ്. നല്ല അടിപൊളി ഒരു ഹെൽത്തി പശു കേട്ടോ. സിന്ധി ഉണ്ട്, നല്ല അടിപൊളി ആരോഗ്യമുള്ള പശു. എത്രാമത്തെ ഡെലിവറി? ഇത് രണ്ടാമത്തെ ഡെലിവറിയാണ്. രണ്ടാമത്താണ് കേട്ടോ. നല്ല അതെ മടി സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കറുത്ത പുള്ളി വീടുകളിൽ നിന്ന് പശു. ഇനി ഇറങ്ങാനുണ്ട്. ഇനി ഇപ്പൊ എത്ര ദിവസമുണ്ട്? ഇതൊരു 15 ദിവസം സമയം. 15 ദിവസം സമയമുണ്ടല്ലേ. നമുക്ക് എന്ത് പാല് കിട്ടുന്നതാണ് കേട്ടാ? ഇത് നമ്മള് പാല് ഒരു 18-15. നല്ല കൊഴുത്ത പാല്, നല്ല പോയിന്റ് ആയിരിക്കും, നല്ല ഫാറ്റ് ഉണ്ടാവും. നല്ല ലക്ഷണമൊക്കെ നല്ല സുന്ദരി, കാണാൻ നല്ല ഭംഗി. നമുക്ക് വീട്ടിലൊക്കെ കൊണ്ട് നിർത്തി നല്ല ഐശ്വര്യമായിരിക്കും. ആ രീതിയിലുള്ളൊരു പശുവാണ്. ഇവളുടെ വിലഭാഗം എങ്ങനെയാണ്? വില ഞാൻ പറയുന്നില്ല, കർഷകർ വന്ന് എടുക്കാൻ വരുന്നവർക്ക് അറിയാം അതിന്റെ വില നിലവാരം. അതെ, നമുക്കിപ്പോ പശുവിനെ കാണുമ്പോൾ അറിയാം. ഇപ്പൊ വീഡിയോയിൽ തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം എത്ര രൂപ പിടിക്കുന്നു, എത്ര രൂപ വില മതിക്കുന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ അവര് വില വന്ന് സംസാരിച്ച് നമ്മൾ അവർക്ക് അനുസരിച്ചിട്ട് അവര് പറയുന്ന രീതിക്ക് നമ്മൾ എടുത്തു കൊടുക്കും. പറയുന്ന രീതിക്ക് നമുക്ക് ബാർഗിൻ ചെയ്തിട്ട് എടുത്തു കൊടുക്കാം. ഏട്ടാ ഇത് വന്നിട്ട് രണ്ടാം പ്രസവത്തിലുള്ള ചിന്താമണി മുട്ടപ്പശുവാണ്. ഒറിജിനൽ മുട്ട ഇവിടെ കുട്ടികളെ കൊണ്ട് വന്ന് വളർത്തിയിട്ട് പശു പ്രസവിക്കാനാകുമ്പോൾ കൊടുക്കുന്ന പശുക്കളാണ്. നമ്മുടെ നാട്ടിൽ വളർന്ന കുട്ടികളാണ്. അത്യാവശ്യം നല്ല മടിസെറ്റും നല്ല മടിയാൻ വൃത്തിയുള്ള പശുവാണ്. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. നല്ല ഫാമുകാർക്ക് പറ്റിയ പശുവാണ്. നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും? ഏട്ടാ ഇതൊക്കെ 20-20 മുകളിലും കിട്ടും. പ്രതീക്ഷിച്ചാൽ മതി. എന്താണെന്ന് നല്ല ബ്രീഡുള്ള പശു ആയതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള എങ്ങായിട്ടുള്ള പശു, അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല. കണ്ടല്ലോ, നല്ല പശുവാണ്. നമുക്ക് ഇത് എത്ര ദിവസം ഉണ്ട് ചേട്ടാ? അതൊക്കെ ഒരു 10-15 ദിവസം പിടിക്കും. 15 ദിവസം കൂടെ ഉണ്ടല്ലേ? 15 ദിവസം കഴിയുമ്പോൾ 15 ദിവസം പിടിക്കുമ്പോൾ ഇതിനനുസരിച്ചുള്ള മടിയാവും അല്ലേ? നല്ല മടിയും പിടിക്കും, നല്ല മടി സെറ്റ് ആയിരിക്കും പശു. ഓക്കെ, നമുക്ക് ഇതിന്റെ വിലഭാഗം കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല എന്നല്ല, അതിനനുസരിച്ചിട്ട് അവർക്ക് അറിയാലോ, മേടിക്കാൻ വരുന്നവർക്ക് അറിയും. ഈ പശുവിനെ കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി മേടിക്കാൻ വരുന്നവർക്കും അറിയും, ഞാൻ മേടിച്ചു കൊടുക്കുന്ന ആൾക്കും അറിയും ഈ പശു എത്ര പിടിക്കുന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ പശുക്കള് നമുക്ക് നമ്മുടെ കയ്യിൽ ഫുൾ ഇതുപോലെ ഇവിടെ മാത്രമല്ല ഒരുപാട് ഭാഗങ്ങളിൽ പശുക്കളുണ്ട്. അത് ഇവിടുന്ന് തമിഴ്നാട് വരെ ഞാൻ കാണിച്ചു കൊടുക്കും. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പശു എടുക്കത്തുള്ളൂ. ഇവിടെ മാക്സിമം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് പശു എടുക്കാൻ വേണ്ടി വരും. പശു എടുക്കാൻ വേണ്ടി വന്ന് ഒരു ഷെഡ് ഇവിടെ കാണിക്കും, ഇത് സെലക്ട് ചെയ്ത് വെക്കും, എന്നിട്ട് അടുത്ത ഷെഡിൽ പോകും, അവിടെയും നോക്കിയിട്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു ഭാഗത്ത് നിന്ന് തീരുമാനിക്കും അങ്ങനത്തെ പശു എടുക്കണം. കസ്റ്റമറുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ടേ വില പറയത്തുള്ളൂ. അപ്പൊ നല്ല വലിപ്പത്തിലുള്ള നല്ല അടിപൊളി ഒരു ജേഴ്സി പശു കേട്ടോ. നല്ല ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്റെ തോൾപ്പൊക്കെ ഉണ്ട്. ആദ്യം ഉണ്ടല്ലേ, ആ രീതിയിലുള്ള ഒരു ജൈന്റ് പശുവാണ് കേട്ടോ. ഏട്ടത് മൂന്നാമത്തെ പ്രസവമാണ് അല്ലേ? നല്ല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമൊക്കെ ഉള്ള നല്ല ഇണക്കമുള്ള പശുവാണ്. അതെ, നല്ല ഇണക്കമുള്ള പശുവാണ്. ഓക്കെ, നമുക്കിത് ഫാമിലേക്ക് പറ്റുന്ന പശുക്കളാണ്. ഫാമിലേക്ക് വേണ്ടി പറ്റി നിർത്താൻ പറ്റുന്ന പശുവാണ്. വീട്ടുകാർക്കും വേണമെങ്കിൽ കൊണ്ട് കൈകാര്യം ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എടുത്തു പറയുന്ന ഫാമുകാർക്ക് പറ്റിയ പശുവാണ്. നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്നതാണ്? 20 ലിറ്റർ പാല്. 20 ലിറ്റർ പാല് അത്രയും കിട്ടുമെന്നാണ്. നമുക്ക് ജേഴ്സിയിൽ തന്നെ നല്ല തടിവലിപ്പത്തിലുള്ള നല്ല പശുവാണ്. പിന്നെ അതിന്റെ വില കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്വാളിറ്റി കണ്ട് ബോധ്യപ്പെടുന്നവർ അവരൊരു വില പറയുക, നമ്മൾ മാക്സിമം അനുസരിച്ച് എടുത്തു കൊടുക്കും. അപ്പോൾ അടിപൊളി ഒരു HF പശു കേട്ടോ. നല്ല സുന്ദരി ഒരു പശുവാണ്. അതായത് വൈറ്റ് മെജോറിറ്റി, നല്ല
പാൽശേഷിയുള്ള HF കൂടിയ പശു, ക്രോസ് കുറവാണല്ലേ, അതെ. കമ്മിയായിട്ടുള്ള പശുവാണ്. നല്ല മടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. നമുക്കിത് കന്നിയാണ് കണ്ടിട്ടല്ലേ, 4 പല്ല് 4 പല്ല് പ്രായം, അത്യാവശ്യം പാൽശേഷിയുള്ള. എത്ര ലിറ്റർ വരെ കിട്ടുന്നതാണ്? കേട്ടത് ഒരു 20 ലിറ്റർ പാല് 20 ലിറ്റർ പാൽ അല്ലേ. ഇത് ശരിക്കും എവിടുന്ന് എടുത്താണ്? ഇവിടെ നാട്ടിൽ നിന്ന് കൃഷ്ണഗിരി എന്ന് കൊണ്ടുവന്ന കുട്ടികൾ ഓക്കെ, ഇവിടെ വന്ന് വളർത്തി ചെന പിടിച്ച കുട്ടികളാണ്. അങ്ങനെയുള്ളതാണ്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വളർത്തിയെടുത്ത കുട്ടികൾ, നമ്മുടെ നാട്ടിൽ തന്നെ വളർന്ന കുട്ടികൾ. നല്ല കാണാൻ നല്ല ഹെൽത്തിയാണ്. നമുക്ക് ഫാമുകാർക്ക് പറ്റിയ പശുവാണ് കേട്ടോ. ഒരു 4-5 കറവയൊക്കെ നമുക്ക് നിർത്തി തീർച്ചയായും 4-5 അല്ല, നോക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുണ്ടാവും. നിർത്തി നമുക്ക് കറക്കാത്ത പശുവാണ്. പക്ഷേ കർഷകർ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എത്ര രൂപ ബാർഗിൻ ചെയ്തെടുത്ത് കൊടുക്കും, അതിൽ എടുത്തു കൊടുക്കും. ചേട്ടാ ഇത് HF ജേഴ്സി ക്രോസ് ആണ്. HF ജേഴ്സി 2ാം പ്രസവത്തിൽ നല്ല ഫാമുകാർക്ക് പറ്റിയ പശു. അത്യാവശ്യം നല്ല ഹെൽത്തി, നല്ല ഫാറ്റും ഉണ്ടാവും പാലിന്. നല്ല അടിപൊളി ഒരു പശു, നല്ല ഫാറ്റുള്ള പാലുണ്ടാവും, നല്ല ഹെൽത്തി പശു. അത് മാത്രമല്ല അതിന്റെ ഹൈറ്റും നല്ല ഇതാണ്ടാവും, നല്ല പിഞ്ചട്ടവും നല്ല ഹെവി ആയിട്ടുള്ള പശുവാണ്. അത് മാത്രമല്ല ഇത് കണ്ടതേ എന്താ മടിസെറ്റും ഇനിയും ഇറങ്ങാനുണ്ട്. ഒരു 15 ദിവസം സമയമുണ്ട് പ്രസവിക്കാൻ. എത്ര ലിറ്റർ പാൽ കിട്ടും? കേട്ടതൊക്കെ 20 ലിറ്റർ, 20ന് മുകളിൽ കിട്ടണം. 20 ലിറ്റർ നമ്മൾ പറഞ്ഞാൽ മതി, അത്രേ പറയത്തുള്ളൂ. സാധാരണ ഇതൊക്കെയാണ് 25 ലിറ്റർ വേളി എല്ലാം പറയും. നമുക്ക് ഈ മടി കണ്ടത്, ഈ മടിക്ക് 25 ലിറ്ററിന് വേളി ഇവിടെ പാല് കിട്ടുമെന്ന് പറയും. പക്ഷെ അതൊന്നും വേണ്ട, 20 ലിറ്റർ പാല് പറഞ്ഞു കൊടുക്കും, അത്രേ പറയുന്നുള്ളൂ. ഇത് നേരിട്ട് വരുമ്പോൾ നമുക്ക് പശുവിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ബ്രീഡിനും അനുസരിച്ചിട്ട് വിലകളുണ്ടാവും. ഇടത്തൊരു HF ജേഴ്സി ക്രോസ് ഉള്ള പശുവാണ്. HF ജേഴ്സി ക്രോസ് ഒരു മീഡിയം സൈസുള്ള വലിയ പശുവല്ല, എന്നാലും ചെറിയതുമല്ല. ഫാമിലേക്കും വീട്ടുകാർക്കും പറ്റിയ പശുക്കൾ. 2 രീതിയിലോളം പോകും അല്ലേ. നമുക്ക് എത്രാമത്തെ ഡെലിവറി? ഇത് 3ാം പ്രസവമാണ്. 3ാം പ്രസവത്തിലുള്ള നല്ല സൈസുള്ള പശുവാണ്. അത് ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഇതൊരു 15 ദിവസം സമയമുണ്ട്. 15 ദിവസം തൊടുക പിടിക്കുകയോ ഒന്നും പ്രശ്നമില്ല, നല്ല പശുവാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രീഡും ഉണ്ട്. നമുക്ക് എത്ര ലിറ്റർ പാൽ? 20 ലിറ്റർ പാല് നമുക്ക് അത്രേ പറയുന്നുള്ളൂ. 20 ലിറ്റർ പാല് കൺഫേം ആയി കിട്ടും. അപ്പോൾ നമ്മുടെ സതീഷ് ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോടെ വീണ്ടും കാണുന്നവരെ